എടാ ഇത് എന്താണ് നീ കാണിക്കുന്നത് നീ? എന്താടാ ഇത്? നീ വന്നോ? ഞാൻ ഈ ന്യൂന് ഡാൻസ് ചെയ്യും എങ്ങനെ നമ്മുടെ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്താം എന്ന് ആലോചിക്കുകയാണ്. സാധനം കിട്ടിയോ? ഓ അത് പറയണോ? അതേടാ ഈ ഇതെങ്ങനെ നിനക്ക് ഈ വീട് കിട്ടി? അതൊക്കെ ഞാൻ ഒപ്പിച്ചേ. ഇനി നമുക്ക് എല്ലാ പ്രോഗ്രാമിന്റെ റിഹേഴ്സലും ഇവിടെ വെച്ചിട്ട് നടത്താം. എങ്ങനെയുണ്ട്? എടാ നമുക്ക് ആ നാടകക്കാരൊന്നും വിളിക്കണ്ടടാ. ഇല്ലാന്നേ, അവരൊന്നും വിളിക്കടാ. ആദ്യം നമുക്ക് റിഹേഴ്സൽ ചെയ്യാം. എടാ അത് ഇത് യൂട്യൂബിന് വേണ്ടിയാണോ അതോ നമ്മുടെ ഉത്സവത്തിന് നാടകത്തിന് എന്തെങ്കിലും വേണ്ടിയാണോ? ആദ്യം നമുക്ക് ഡാൻസ് വേണ്ട. നമുക്ക് മമ്മൂട്ടിയുടെ ലാലേട്ടന്റെ ഡയലോഗ് പറഞ്ഞു ഇതാ അതിനുമുമ്പേ പൂരണ വേണ്ട വേണ്ട. അതെ, ഇടയ്ക്ക് തടസ്സങ്ങൾ വന്നാൽ ഒരു ചെറുതാവാം. നീ മമ്മൂട്ടി, ഞാൻ ലാലേട്ടൻ. അത് വേണ്ട, ഞാൻ മോഹൻലാൽ, നീ മമ്മൂട്ടി. അയ്യടാ, അത് അത് പറ്റൂല. നീ മമ്മൂട്ടി, ഞാൻ ലാലേട്ടൻ. ശരിയാവൂല. അത് ശരിയാവൂലെന്നേ. അത് ശരിയാവൂല. ശരിയാവൂല. മമ്മൂട്ടി ആളെ തന്നെ, ഞാൻ മോഹൻലാൽ. പറ്റില്ല കേട്ടോ. ഞാൻ മോഹൻലാലാവും പറഞ്ഞാൽ ഞാൻ മോഹൻലാലാവും, നീ മമ്മൂട്ടി. എടുത്തേ പിടിച്ചോ. ഇരുമ്പാട് തട്ടി മുളയാണ് വെച്ച് പൊൻകാറ് കൊണ്ട് ചുറിയ കുളച്ച് ഒന്നിന് 16 പതക്കം കൊടുത്തവൻ ചന്തു. ആറ്റുചുറിയ ചോദിച്ചപ്പോ മറന്നുപോയി എന്ന് കളവ് പറഞ്ഞവൻ ചന്തു. മടിയിൽ അങ്കച്ചുവടോടെ കിടക്കുന്ന വീരന്റെ മടിയിലെ കുത്തുവിളക്കിന്റെ തണ്ട് താഴ്ത്തിയവൻ ചന്തു. കുത്തിയവൻ ചന്തു. ആകാശത്തിന് കീഴിലെ ഏതു മണ്ണും ഏതു നാടും ജഗന്നാഥന് സമം. മുന്നിൽ നിന്നും പിന്നിൽ നിന്നും ഒരു തുണയുടെ ആവശ്യം എനിക്കില്ല. തകർക്കാൻ എന്തും എളുപ്പമാണ്, കെട്ടി ഉയർത്താനാണ് പാട്. ഒരറ്റത്ത് നിന്നും പൊളിക്കാൻ തുടങ്ങിയാൽ നിർത്തില്ല ഞാൻ, പൊളിച്ചടക്കും ഞാൻ പലതും. ഇതോ അംഗം പന്തിപ്പഴുത് കണ്ടപ്പോ പരിചിക്ക് വെട്ടിമാറിയെന്നുള്ള പഠിപ്പിക്കലും വേണ്ട. ശേഷം എന്തുണ്ട് കയ്യിൽ? പുരുഷമായി എന്താ ഒന്ന് പറഞ്ഞേ? എന്തടാ ഇത്? പുരുഷമായി തുടങ്ങി. പുരുഷമായി തുടങ്ങി സമുദ്രമെന്ന് തോന്നിപ്പിക്കുന്ന ആ പഴയ അടവോ, അതോ പരിചിക്ക് മണ്ണുവാരി കണ്ണിലെറിഞ്ഞ് ചതിച്ചു വെട്ടുന്ന തന്തമാരുടെ അടവോ? ഇനി ആട്ടമൊന്നും ഞാൻ പഠിച്ചിട്ടില്ല, ബോക്സിങ്ങും ഞാൻ പഠിച്ചിട്ടില്ല. കരാട്ടെ അതെനിക്ക് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, നടന്നില്ല. പിന്നെ തൻ്റെ കൊളരിപ്പയറ്റ് പഠിക്കണം എന്ന് വിചാരിച്ച് നടന്നു, പക്ഷെ ഐറ്റം കിട്ടിയില്ല. എനിക്കറിയാവുന്നുണ്ടല്ലോ, നല്ല നാടൻ തല്ല, കോമ്പറ്റീഷൻ ഐറ്റം അല്ലാത്തതുകൊണ്ട് എനിക്കതിൻ്റെ ഗപ്പൊന്നും കിട്ടിയില്ല. ചന്തുവിനെ തോൽപ്പിക്കാൻ നിനക്കാവില്ല. ചന്തുവിനെ ജീവിതത്തിൽ തോൽപ്പിച്ചിട്ടുണ്ട് പലരും പലവട്ടം. കുട്ടപ്പനോട് തോറ്റുമരിച്ച എൻ്റെ കാർന്നവര് ആദ്യം എന്നെ തോൽപ്പിച്ചു. പണ്ടവും വയറും തൂക്കി നോക്കിയപ്പോൾ മോഹിച്ച പെണ്ണെന്നെ തോൽപ്പിച്ചു. അവളെൻ്റെ മേഴ്സിയായിരുന്നു. എനിക്കവളെ ജീവനായിരുന്നു, എൻ്റെ അമ്മയായിരുന്നു, എൻ്റെ മകളായിരുന്നു, എൻ്റെ ഭാര്യയായിരുന്നു. അവസാനം ചങ്ങാതിലൂടെ ഇറങ്ങിപ്പോയി. സത്യം മനസ്സിലാക്കാത്ത ചങ്ങാതി അവസാനം എന്നെ തോൽപ്പിച്ചു. തോൽവികളെ ഏറ്റുവാങ്ങാൻ ചന്തുവിൻ്റെ ജീവിതം ഇനിയും ബാക്കി. അംഗമുറ കൊണ്ടും ആയുധബലം കൊണ്ടും ചതിയൻ ചന്തുവിനെ തോൽപ്പിക്കാൻ ആണായി പിറന്നവരിൽ ആരുമില്ല. ജഗന്നാഥന് നേർക്ക് നേരെ നിന്ന് തല്ലുന്ന ആണുങ്ങളോടാടാ ഇഷ്ടം. ഒന്നും നടന്നില്ലെങ്കിൽ പച്ചയ്ക്ക് കത്തിക്കും. നീ ഒന്ന് പോടാ. എന്താ ഇന്ദുചൂടൻ വന്നിരിക്കുന്നു. മോനെ ദിനേശ, ഇടഞ്ഞ കൊമ്പന്റെ കഷ്ടപിടിക്ക് തോട്ടികേറ്റി കളിക്കരുത്. ചവിട്ടി താഴ്ത്തു ഞാൻ പാതാളത്തിലേക്ക്. പുതിയ കളികൾ കാണാനും പഠിക്കാനും ഇരിക്കുന്നു. കണ്ടുടാ കുറെ വള്ളി, കുറെ തുളകളും കണ്ടടാ.
ആരാ ആരാന്നാ ചോദിച്ചേ? കുട്ടി ഏതാണാവോ? കുട്ടിയോ? നിങ്ങളുടെ പേര് പറ. ഐ ആം ജാക്കി, സാഗർ ഏലിയാസ് ജാക്കി. നീ എന്നാണ് നിന്റെ മമ്മൂട്ടിയുടെ സൂപ്പറാട്ടോ, അടിപൊളിയാണ്. ഏതായാലും നിനക്കൊരു നല്ല നല്ല കണ്ടീഷനാണ് നിന്റെ. സൂപ്പർ അല്ലേ? അടിപൊളി. അതെ, ഒരു ചെറിയ ചോദിച്ചു ഒരെ കഴിക്കാം. ആ ഇരിക്കട്ടെ. അതായത് ഇത്ര അഭിനയിച്ചില്ലേ നമ്മള്? കുഴപ്പമില്ല. അല്ല വെള്ളം വേണ്ട, വെള്ളം വേണ്ട. ഡ്രൈ എനിക്ക് ഇഷ്ടം. അതെയോ? പിന്നല്ലേ. നിങ്ങൾ ഈ വീടല്ലല്ലോ, അപ്പുറ വീടല്ലേ പറഞ്ഞാണ്. ഈ വീടാന്നാണല്ലോ പറഞ്ഞ. ഇതല്ല ഇതല്ല. അപ്പറയാണോ? ആ പറയാ. ഓ ആ വീടാ. ആ വീടാ. നമുക്ക് ആകെ പ്രശ്നം പറ്റിയില്ല. നീ എന്ത് പരിപാടി? നീയല്ലടാ ആദ്യം വന്നിട്ട് അവിടെ ഡാൻസ് ഒക്കെ കളിച്ചത്. വീട് നിനക്ക് അറിയാൻ പാടില്ല ചെയ്യപ്പോയോ? എനിക്ക് ഒരവസ്ഥ പറ്റിപ്പോയി. അറിയില്ലേ നമ്മളിപ്പോ അത് ആ ചേട്ടൻ വന്നില്ലായിരുന്നെങ്കിൽ സംഗതി ആകെ മെനകടായനെ. എപ്പോഴെങ്കിലും അറിഞ്ഞു നന്നായി. ഓരോ ഒഴിച്ചു നീ. അത് ഓരോ ഒഴിക്കും. വെള്ളമൊന്നും വേണ്ട. ഈ സാധനങ്ങളെല്ലാം ഇവിടുന്ന് മാറ്റണം. ഇപ്പൊ തൂക്കണ്ട. അതെന്താ തൂത്താല്? ഇപ്പൊ തൂക്കണ്ടെന്നല്ലേ പറഞ്ഞത്? അതെന്താ ഇവിടെ തൂത്ത് വാരിയാല്? ഇപ്പൊ തൂക്കണ്ടെന്ന് പറഞ്ഞില്ലേ? ഇപ്പൊ അവിടെ നിന്ന് വന്നിരുന്നുള്ളൂ. അതെന്താ തൂത്ത് വാരിയാല്? ഞാനിപ്പോ എന്താ പറഞ്ഞത്? എടാ അത് നാഗവല്യ എന്നാടാ തോന്നണേ. അല്ലേ അല്ലേ? നിങ്ങൾ കഥ എഴുതാൻ വന്നതല്ലേ? ഞങ്ങൾ അഭിനയം പഠിക്കാനായിട്ട് വന്നതാ. നിങ്ങൾക്ക് വീട് മാറിപ്പോയില്ലേ? ആ വീടിൻ്റെ വരാൻ പോയി ഇരിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഇതല്ലേ വീട്. ആ ചേട്ടാ വാ, ഇവിടെ വന്നിരിക്കേ, ഒരെണ്ണം കഴിക്കാം. വാ. ആ ചേട്ടനെ കണ്ടാ അറിയാം കഴിക്കണേന്ന് ഓരം കഴിക്കേ. ടെക്സസ് തീർന്നുവല്ലോ. ചേട്ടാ ഇവിടെ അടുത്ത് എവിടെയാ കട? ഇവിടെ അടുത്തൊരു കടയുണ്ട്, അപ്പുറം ഒരു കടയുണ്ട്. ആ ശരി. ഒരു സോഡ മേടിച്ചോട്ടാ. ആ മേടിച്ചോ. ചേട്ടാ ഇവിടെ അടിച്ചു വരണേ ഒരു ഉണ്ണിമായ ഉണ്ട്, അതൊന്ന് പോയൊന്ന് നോക്കണമല്ലോ. നോക്കട്ടെ. ഒരു അടിച്ചു വരുന്നൊരു ഉണ്ണിമായ. ഉള്ളിമായനെ എപ്പോഴും കാണാൻ പറ്റില്ല. അതെന്താ? അവൾ മരിച്ചിട്ട് 10 വർഷമായി. അവൾ നല്ലൊരു കുട്ടിയായിരുന്നു. 10 വർഷമോ? രക്തദാഹിയ ഒരാൾ ചതിച്ചതാ. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ അവിടെ ഇറങ്ങും. ആണുങ്ങളെ കണ്ടാൽ കലിയാണ്. അതേ മോനെ, ഇന്ന് വെള്ളിയാഴ്ചയല്ലേ? രക്തദാഹം കൊണ്ട് അവൾ മനുഷ്യരൂപം കൊണ്ട് അവിടെ ഇറങ്ങും. മോൻ ഉണ്ണിമായെ കണ്ടെന്ന് പറഞ്ഞില്ലേ? അവളെ 10 വർഷം മുമ്പ്
ഈ വീട്ടിലിട്ട് കൊന്നതാ. അതിൽ പിന്നെ ആരും ഈ വീട്ടിൽ താമസിച്ചിട്ടില്ല. അവൻ പേടിക്കണ്ട, അവൾ ഇത്തിരി രക്തം കുടിക്കും, അത് മാത്രമേ ഉള്ളൂ.